നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ദുരഭിമാനക്കൊല എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ട് ചെറുപ്പക്കാർ രണ്ട് സമുദായത്തിൽ നിന്ന് സ്നേഹിക്കുകയോ അല്ലെങ്കിൽ രണ്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ഉച്ചനീചത്വമുള്ള ഭയങ്കര അന്തരമുള്ളവർ സ്നേഹിക്കുകയോ ചെയ്താൽ ഒരാളെ ഒഴിവാക്കും. അതിൽ ശക്തരായവരെ ശക്തി കുറഞ്ഞവരെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ദുരഭിമാനക്കൊല. അത് ചിലപ്പോൾ സ്വന്തം മക്കളെപ്പോലും ഇല്ലാതാക്കിക്കൊണ്ട് അഭിമാനം രക്ഷിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. രണ്ടാമതൊരു തരമുള്ളത്, പ്രേമിച്ചു കഴിഞ്ഞ് കുറേ കാലം നടന്ന് പിന്നെ ഒരാൾ പിന്മാറുമ്പോൾ മറ്റേയാൾ സമ്മതിക്കത്തില്ല. അപ്പോൾ കാമുകിയെ കൊല്ലുന്ന കാമുകന്മാരുമുണ്ട്, കാമുകനെ കൊല്ലുന്ന കാമുകിമാരുമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ലവ് ജിഹാദും ഒരു ഒഴിവാക്കൽ പ്രക്രിയയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വിശകലനം ചെയ്യുന്നത്. ഈ ലവ് ജിഹാദിൻ്റെ പേര് മുസ്ലിങ്ങളെ കണ്ടമാനം കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികൾക്ക് അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവർ എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ കേട്ടാലേ ഇതിലാരാണ് ക്രിസ്ത്യാനിക്ക് ഫേവറായിട്ടുള്ളത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് എതിരല്ലാത്തവർ കൂടുതൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ലവ് ജിഹാദ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളത്തിൽ. മുസ്ലിം യുവാക്കൾ മറ്റുള്ള സമുദായത്തിലുള്ള പെൺകുട്ടികളെ സ്നേഹിക്കുന്നു, കല്യാണം കഴിക്കുന്നു, എന്നിട്ട് കൊണ്ടുപോയി ISIക്കോ താലിബാനോ ഒക്കെ വിൽക്കുന്നു. ക്രിസ്ത്യാനി പെൺകുട്ടികളെ തന്നെയല്ല, അവർ ഹിന്ദു പെൺകുട്ടികളെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രേമത്തിന് മതമോ രാഷ്ട്രമോ ഭാഷയോ ഇതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ടാണ് അനേകം പേർ ഇവിടുന്ന് വിദേശങ്ങളിൽ പോയി വിദേശ വനിതകളെ കല്യാണം കഴിക്കാറുണ്ട്. അനേകം വിദേശ വനിതകൾ ഇവിടെ വന്നിട്ട് നമ്മുടെ കോവളത്ത് പോലും ധാരാളം പേരുണ്ട് വിദേശ വനിതകൾ വന്ന് ഇവിടെ കല്യാണം കഴിച്ച് സ്ഥിരതാമസമാകും. അപ്പോൾ ഇപ്പോൾ സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഇത് ഒരു ബാരിയറല്ല. മതവും രാജ്യവും അതേപോലെ സമ്പത്തും. വലിയ പണക്കാരായ പെൺകുട്ടികൾ ദരിദ്രരായ ഓട്ടോറിക്ഷക്കാരെയും കൂലിപ്പണിക്കാരെയും സ്നേഹിക്കാറുണ്ട്. അതേപോലെ തിരിച്ചു. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ സ്നേഹിക്കരുതെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. പക്ഷെ ഇതിൽ ഇവർ ഇൻസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് കല്യാണം കഴിച്ച് അവർ ISIയിലൊക്കെ എത്തിപ്പെട്ട ധാരാളം പെണ്ണുങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതൊക്കെ പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ അവർക്ക് താല്പര്യം കാണും. ഇവർ കല്യാണം കഴിച്ച് അടങ്ങുള്ളെന്ന് പറയുമ്പോൾ ഇവർ സാധാരണ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാമുകിമാരെ ഒഴിവാക്കാറില്ല. മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ധാരാളം പെണ്ണുങ്ങളെ അവർ മൊഴി ചൊല്ലി ഒഴിവാക്കും, അല്ലാതെ കൊലപാതകം നടത്തി ഒഴിവാക്കാറുണ്ട്. എല്ലാവരെയും പോലെ കഴിക്കുന്നതിന് മുമ്പ് ഇവരെ ഒഴിവാക്കുന്നത് അധികം കേട്ടിട്ടില്ല. മുസ്ലിം കാമുകന്മാർ കാമുകിയെ ഇല്ലാതാക്കി, അല്ലെ കാമുകനെ ഇല്ലാതാക്കി. അപ്പോൾ ഈ ഒഴിവാക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളെ കുറച്ച് പേര് വിദേശ രാജ്യങ്ങളിലോട്ട് കൊണ്ടുപോയിട്ട് അവർ കൈമാറുന്നുണ്ട്. അത് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ധാരാളം പേര് മുസ്ലിങ്ങൾ യുവാക്കൾ മറ്റുള്ള മതങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കിട്ട് ആരാ കൂടുതൽ വെക്കുന്ന ആരാ? മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ? അതിനെപ്പറ്റിയായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നത്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വന്നത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ വന്ന് യൂറോപ്യൻ മിഷണറീസ് ആണ്. മിഷണറീസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പ്രചരിപ്പിക്കാൻ നടക്കുന്നവർ. ഇവർ വന്ന് ഇവിടെ ഇന്ത്യയിൽ വന്നു. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതമാറ്റം നടന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുള്ളത്. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല, ആതുര ശുശ്രൂഷ രംഗങ്ങളില്ല. അതുകൊണ്ട് ഇവർ ധാരാളം സ്കൂളുകളും കോളേജുകളും ആസ്പത്രികളും സ്ഥാപിച്ചു. ഇപ്പോൾ ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജൊക്കെ ആണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഭേദപ്പെട്ടൊരു കോളേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലായാലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഉണ്ടായിരുന്നുള്ള ഒരു 50% ഒരു 100 വർഷം മുമ്പ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 75 വർഷം മുമ്പ് എടുക്കുകയാണ്. അന്ന് ഗവൺമെൻറ് സ്കൂളുകൾ ഒരു 3-4 പഞ്ചായത്തിന് കൂടുമ്പോൾ ഓരോ സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ക്രിസ്ത്യൻ സ്കൂളുകളെ കൊണ്ടാണ് എഡ്യൂക്കേഷൻ മാക്സിമം കേരളത്തിലുള്ളവർക്ക് കിട്ടിയത്.
അതുപോലെ ഇന്ത്യയിലും കേരളത്തിലുമുള്ള പ്രമുഖരായ നേതാക്കളെ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൽ 50% ക്രിസ്ത്യൻ സ്കൂളുകളിലോ കോളേജുകളിലോ വിദ്യാഭ്യാസം നേടിയവർ. അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാലത്ത് ഇവർ നല്ലവരായിരുന്നു. സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞ ഒരു 30-40 വർഷമായിട്ട് ധാരാളം സ്കൂളും കോളേജുകളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആൾക്കാർ സ്ഥാപിച്ച് ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിസ്ത്യാനികളുടെ വിലയും കുറയും. എന്നാലും ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസപരമായിട്ട് മറ്റുള്ള സമുദായത്തെക്കാളും മുന്നേ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അസൂയയുണ്ട്. ഈ ജർമ്മൻകാർക്ക് യഹൂദന്മാരോട് തോന്നിയത് എന്തായിരുന്നു? അസൂയ. യഹൂദന്മാരെല്ലായിടത്തും മുന്നിട്ട് നിൽക്കുന്നു, ശാസ്ത്രരംഗത്തായാലും അല്ലാത്തതിലായാലും. അപ്പോൾ അത് കണ്ടപ്പോൾ അല്ലാത്തവർക്ക് സഹിക്കത്തില്ല. അത് തന്നെയാണ് ഇവിടെ. ക്രിസ്ത്യാനികളെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഇവര് അവിടെ ഇവിടെ കുറച്ച് പേരെ അവിടെ ഇവിടെ മതം മാറ്റുന്നുണ്ടായിരിക്കും, പ്രൊട്ടസ്റ്റന്റുകാരും പെന്തക്കോസ്തുകാരും ഒക്കെ. കത്തോലിക്ക സഭയ്ക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കാര്യമാണ് മതം മാറ്റുക എന്നുള്ളത്. മതം അവർ പ്രചരിപ്പിക്കുക അവരുടെ ഇതായ രീതിയിൽ, മറ്റുള്ളവർ കേൾക്കുക, ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവി കൂടെയൊക്കെ വിട്ടുകളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ക്രിസ്ത്യൻസിൻ്റെ ഈ മേൽക്കോയ്മ ഈ വിദ്യാഭ്യാസ രംഗത്തും അല്ലാതെ കണ്ടു കഴിയുമ്പോൾ ഒരു അസൂയ ഉണ്ടല്ലോ, അതാണ് ഹിന്ദുക്കളുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് പിന്നെ ഇവരുടെ സ്ഥാപനങ്ങൾ ഇനി ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവരോടൊക്കെ വിരോധമാകാൻ തുടങ്ങി. അതാണ് 1998 വാജ്പേയി ഗവൺമെൻറ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 75 വർഷത്തിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടന്നത് വടക്കേ ഇന്ത്യയിൽ. ഗുജറാത്ത് കലാപം ഉണ്ടായതൊക്കെ ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്. അത് കഴിഞ്ഞ് ഇവർക്കുള്ള ഉള്ളിക്കിടക്കും ചുരുക്ക് പുറത്തു വന്നത് ഈ വിഴിഞ്ഞത്ത് 2 വർഷം മുമ്പ് വിഴിഞ്ഞം പോർട്ടിന് എതിരായിട്ട് ഇവിടുത്തെ ലത്തീൻ കത്തോലിക്ക സഭയിൽ ഒരു സമരം നടത്തി. അന്നേരം കാണാമായിരുന്നു കേരളത്തിലെ പല ഹിന്ദു പ്രചാരക സഭ നേതാക്കന്മാരുടെ രക്തം കിടന്ന് തിളയ്ക്കുന്നു. ആ വിദ്വേഷം അവർക്ക് വരുന്നത്. സമരത്തിനെതിരെ സമരം ഇല്ലാതാക്കണം എന്നല്ല, അതിനെതിരെ സമരം നടത്തുന്നവരൊരു വിദ്വേഷം ഉണ്ടല്ലോ, ആ ഉള്ളിലൊരു പഴയ പക കിടക്കുന്ന പുറത്തു വരുന്നത്, അതായിരുന്നു. ഇപ്പോൾ ഇത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചു. ഇവിടുത്തെ BJP പ്രസിഡന്റ് ചന്ദ്രശേഖർ വളരെ ആത്മാർത്ഥമായിട്ട് 100% സിൻസിയറിറ്റിയിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് അതിനെപ്പറ്റിയുള്ള കമൻറ്റ് പാസ്സാക്കി. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് അറസ്റ്റ് ചെയ്യുന്നത്. അയാൾക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അത് കേട്ടിട്ട് ചന്ദ്രശേഖർ എന്തെല്ലാം കുറ്റം ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ പറഞ്ഞു. നമ്മൾ മിതവാദികൾ എന്ന് പറയുന്ന പല ഹിന്ദു പ്രമാണിമാരുടെയും നാക്കിൽ നിന്ന് വരുന്ന വിദ്വേഷമായിരുന്നു ആ ചന്ദ്രശേഖരനെതിരെ. അതുകൊണ്ട് കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞയാൾ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ക്രിസ്ത്യാനികളോട് അയാൾക്ക് വളരെ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് സഹിച്ചില്ല ഇവിടുത്തെ ഹിന്ദുക്കൾക്ക്. അതുകൊണ്ട് അയാളെ പിടിച്ച് ഗവർണറാക്കി വിട്ട് അയാളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മാറ്റി. കേരളത്തിന് ഇന്ന് വരെ BJPക്ക് ഉണ്ടായാലും ഏറ്റവും നല്ല ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ മനുഷ്യനായിരുന്നു കുമ്മനം. അതേപോലെ ഇനി അയാളെ കിട്ടത്തില്ല. അയാളെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ ചന്ദ്രശേഖരനെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വെച്ചാൽ അയാൾ റീസണബിൾ ആണ്, ഇമ്പാർഷ്യലാണ്. ഈ ഇമ്പാർഷ്യൽ ഉള്ളവരെ ആർക്കും ഇഷ്ടമില്ലല്ലോ, ഏതൊരു സൈഡിനോട് ചേർന്ന് നല്ല ഇഷ്ടമുള്ളൂ. അപ്പം ഹിന്ദുക്കളുടെ ഈ വിദ്വേഷം വരുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോഴാണ് അത് പുറത്ത്. ഈ ചില സൂക്കേട്, സ്കിൻ ഡിസീസ് ഉണ്ടല്ലോ, ചിലപ്പോൾ പുറത്ത് ചാടിയില്ല സ്കിന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവരുടെ പുറത്ത് ചാടുന്ന ഇങ്ങനത്തെയുള്ള ഓരോ അവസരങ്ങൾ. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് യാതൊരു വിരോധവും ഇല്ല. പിന്നെ ക്രിസ്ത്യാനികൾക്ക് അച്ഛന്മാർക്കൊക്കെ ഉള്ളൊരു പരാതി, ഈ ന്യൂനപക്ഷത്തിനുള്ള പല ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു. അത് മുസ്ലിങ്ങൾ അല്ലല്ലോ ഈ തട്ടിയെടുക്കാൻ എല്ലാവരും നോക്കി നിൽക്കുന്നു. ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിൻ്റെ അകത്ത് തള്ളിക്കയറിയിട്ടും ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ ആൾക്കാർ തട്ടിയെടുക്കുന്നു. നിയമനങ്ങൾ ഉത്തരവും തട്ടിയെടുക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. തട്ടിയെടുക്കുന്ന പറയുന്നത് തട്ടിയെടുപ്പുകാരുടെ മിടുക്ക. അത് തടയാനായിട്ട് നോക്കണമായിരുന്നു അച്ഛന്മാർ. അച്ഛന്മാർക്ക് അതിലും കൂടുതൽ താല്പര്യം ഇരിക്കുന്ന ചെറുപ്പക്കാരികളെ കുമ്പസാരം കേൾക്കുക, പാപം കേൾക്കുക എന്ന് പറയുന്നതിലാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ട് പോയി. അതിന് മുസ്ലിങ്ങളെ വെറുക്കുന്ന എന്തിനാ? മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനിക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. എൻ്റെ ചാനൽ ഇത് പുതിയതാണ്. ഇതിനകത്ത് കുറവുകൾ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഐ ക്യാൻ ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. ഞാൻ ക്യാപ്റ്റൻ ജോയ്.